ഡെവിൾസ് ട്രയാങ്കിൾ എന്നറിയപ്പെടുന്ന ബർമ്യൂഡ ട്രയാങ്കിളിനെക്കുറിച്ചും അതിൻ്റെ നിഗൂഢതകളെക്കുറിച്ചും ഒരുപാട് കഥകൾ കേട്ടിട്ടുള്ളവരായിരിക്കും നമ്മളിൽ മുക്കാൽ ഭാഗം ആളുകളും. കപ്പലുകളും വിമാനങ്ങളും ഒരു തെളിവ് പോലും അവശേഷിക്കാതെ അപ്രത്യക്ഷമാകുന്ന ഇടം, ദുരൂഹത നിറഞ്ഞ നിഗൂഢതകളേറെയുള്ള ഇടം എന്നിങ്ങനെ കഥകൾ അനവധിയുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ അത്തരമൊരു മിസ്റ്റീരിയസ് ട്രയാങ്കിൾ ഉണ്ടോ? ഇന്നത്തെ കോസ്മിക്സ് വേൾഡിൽ ബർമ്യൂഡ ട്രയാങ്കിളിൻ്റെ യാഥാർത്ഥ്യത്തിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. മിയാമി, ബർമ്യൂഡ, പ്യൂർട്ടോറിക്ക എന്നിവയാൽ ചുറ്റപ്പെട്ട അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ത്രികോണാകൃതിയിലുള്ള ഒരു സാങ്കല്പിക ഭാഗമാണ് ബർമ്യൂഡ ട്രയാങ്കിൾ. ഈ പ്രദേശം ഫ്ലോറിഡയുടെ തെക്ക് കിഴക്കൻ അറ്റത്ത് നിന്ന് ഏകദേശം 5 ലക്ഷം ചതുരശ്ര മൈൽ പരന്നുകിടക്കുന്ന ഭാഗമാണെന്നാണ് പറയപ്പെടുന്നത്. 15-ാം നൂറ്റാണ്ടിൽ ക്രിസ്റ്റഫർ കൊളംബസാണ് ബർമ്യൂഡ ട്രയാങ്കിളിന്റെ ദുരൂഹതയെക്കുറിച്ച് സൂചിപ്പിക്കുന്നത്. ഈ പ്രദേശത്തുകൂടി യാത്ര ചെയ്തപ്പോൾ വലിയ തീഗോളങ്ങൾ കടലിൽ വീഴുന്നതായി കണ്ടുവെന്നും തന്റെ വടക്ക് നോക്കി യന്ത്രം അതിവേഗത്തിൽ കറങ്ങിയെന്നുമൊക്കെ അദ്ദേഹം തന്റെ യാത്രാ വിവരണത്തിൽ പറയുന്നു. 1964 അമേരിക്കൻ എഴുത്തുകാരനായ വിൻസെന്റ് ഗാഡിസാണ് ഈ പ്രദേശത്തിന് ബർമ്യൂഡ ട്രയാങ്കിൾ എന്ന് പേര് നൽകിയത്. 1918 അമേരിക്കൻ നാവികസേനയുടെ USS സൈക്ലോപ്സ് കപ്പൽ ഇവിടെ വെച്ച് കാണാതാകുന്നതോടെ ഈ പ്രദേശം വാർത്തകളിൽ നിറഞ്ഞു. പിന്നീട് 1945 അമേരിക്കയുടെ 5 യുദ്ധവിമാനങ്ങൾ ഈയൊരു പ്രദേശത്ത് വെച്ച് കാണാതായി. ഇവയെ തിരഞ്ഞുപോയ മറ്റൊരു വിമാനവും കാണാതായതോടെ ആളുകളുടെ ശ്രദ്ധ ബർമ്യൂഡ ട്രയാങ്കിളിലേക്ക് തിരിഞ്ഞു. യഥാർത്ഥത്തിൽ കപ്പലുകളും വിമാനങ്ങളും അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അതേസമയം ബർമ്യൂഡ ട്രയാങ്കിൾ വെറും മിഥ്യയാണെന്നും ഇവിടെ നടക്കുന്ന അപകടങ്ങൾ അത്ര വലുതല്ലെന്നും ശാസ്ത്രജ്ഞർ അഭിപ്രായപ്പെടുന്നു. കൃത്യമായ പഠനങ്ങൾക്ക് ശേഷം 1975 ദ ബർമ്യൂഡ ട്രയാങ്കിൾ മിസ്റ്ററി സോൾവ്ഡ് എന്ന പുസ്തകത്തിലൂടെ ലാരി കുഷ് ലോകത്തിനു മുന്നിൽ തുറന്നു കാട്ടുന്നത് ബർമ്യൂഡ ട്രയാങ്കിളിൽ വെച്ച് നടന്ന അപകടങ്ങൾക്ക് പിന്നിൽ വിമാനങ്ങളെ വിഴുങ്ങുന്ന നിഗൂഢതകളോ അന്യഗ്രഹ ജീവികളോ ഇല്ല എന്ന് തന്നെയാണ്. US നാഷണൽ ഓഷ്യനിക് ആൻഡ് അറ്റ്മോസ്ഫിയറിക് അഡ്മിനിസ്ട്രേഷൻ പറയുന്നതനുസരിച്ച് ഇതൊരു മിസ്റ്റീരിയസ് ഏരിയ അല്ല. കടലിലെ ദുരന്തങ്ങൾക്ക് പിന്നിൽ ഒരു തരത്തിലുമുള്ള അമാനുഷിക ശക്തിയില്ല എന്നു തന്നെയാണ് US നേവിയും US കോസ്റ്റ് ഗാർഡും വാദിക്കുന്നത്. ബർമ്യൂഡ ട്രയാങ്കിളുമായി ബന്ധപ്പെട്ട കോൺസ്പിരസി ഇന്നും തുടരുന്നത് ഇത്തരം കഥകൾ ആളുകളെ കൂടുതൽ ആകർഷിക്കുന്നതുകൊണ്ടായിരിക്കാം. കോസ്മിക്സ് വേൾഡിന്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.